സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി സംസ്ഥാനത്ത് പുതിയ റോഡുകൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് അനുമതി ലഭിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത 66 2025 ഡിസംബറോടെ യാഥാർത്ഥ്യമാകും. ഏറെ അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നതിൽ സംശയമില്ല. ഇതിന്റെ വിവരങ്ങളുമായി മാനസയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. മാനസ, ഏറെ അഭിമാന നിമിഷം, ഞാൻ പറഞ്ഞതുപോലെ സന്തോഷിക്കാൻ ഏറെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും പ്രയത്നത്തിന്റെയും ഫലമായി ഇതാ മറ്റൊരു കാര്യം കൂടി നടക്കാൻ, യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ പുതിയ റോഡുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടത് 2025ഓടെ യാഥാർത്ഥ്യമാകും എന്ന് പറയുമ്പോൾ കൂടുതലായി മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഇത്. സംസ്ഥാനത്തിൻ്റെ ദേശീയപാത വികസനം തന്നെയായിരുന്നു എല്ലാവരുടെയും സ്വപ്ന പ്രതീക്ഷ എന്ന് പറയുന്നത്. ഏതായാലും അതിന് ഒരു പൂർണ്ണ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം സംസ്ഥാനത്തിൻ്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നേട്ടം സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി പൊതുമരാമത്ത് മന്ത്രി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇക്കാര്യം മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വരുന്ന പദ്ധതികൾ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ, അതായത് 20 കൊല്ലം മുന്നിൽ കണ്ടുള്ള 17 പദ്ധതികളാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചു കൊടുത്തത്. അതിൽ തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് ഈ സംസ്ഥാനത്തോടുള്ള മതിപ്പ് വർദ്ധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ ഒരു സംസ്ഥാനം തന്നെ പണം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനായി 5580 കോടി രൂപ ഇതുവരെ സംസ്ഥാനം ചെലവഴിച്ചു എന്നുള്ളതാണ് കണക്കുകളും വ്യക്തമാക്കുന്നത്. വിവിധ ഘട്ടങ്ങളിൽ കേന്ദ്ര ഗതാഗതം സംസ്ഥാനത്തെ പ്രശംസിക്കുന്ന ഒരു സാഹചര്യം മുഴുവൻ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ദേശീയപാത വികസനം. അത് നടപ്പിലാക്കുക എന്ന് തന്നെയാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളതും അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ പറയുന്നത് 2025 ഡിസംബറോടെ ദേശീയപാത വികസനത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഉണ്ടാവുക എന്ന് തന്നെയാണ്. ഏതായാലും അതിൽ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷയാർജിച്ച് നിൽക്കുക തന്നെയാണ് കേരളവും ഉള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിവരങ്ങളൊക്കെയും കൈമാറുന്ന ഒരു സാഹചര്യം മുന്നോട്ട് വെച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 കൊല്ലം മുന്നിൽ കണ്ടുള്ള 17 റോഡുകളുടെ പദ്ധതിയാണ് മുഖ്യമന്ത്രി സമർപ്പിച്ചത്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ടൂറിസം, ഈ വരുമാനം, മറ്റ് വ്യാവസായിക കാര്യങ്ങൾ, അതിൻ്റെ വളർച്ച, മൊത്തമുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് തന്നെയായിരിക്കും ഈ ഒരു ദേശീയപാത വികസനം അല്ലെങ്കിൽ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത് കൂടി കേരളം കൈവരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഭൂമി ഏറ്റെടുക്കൽ നല്ല പുരോഗതിയിലാണ്. ഈ പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് മുന്തിയ പരിഗണന നൽകും. ഒപ്പം ശബരിമല സീസണിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന പുനലൂർ ബൈപ്പാസ് വികസനത്തിനും കേന്ദ്രമന്ത്രി അംഗീകാരം നൽകിയെന്നുള്ളതാണ്. അതായത് ഈ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികൾ, അതായത് പണി പൂർത്തീകരിക്കുന്നതിലേക്കുള്ള സ്ഥിതിഗതികളൊക്കെയും തന്നെ പൊതുമരാമത്ത് മന്ത്രി കേന്ദ്ര ഗതാഗത മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിലൊക്കെയും തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇത്തരത്തിലൊരു പ്രശംസിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംസ്ഥാനം തന്നെ മുൻനിർത്തി അല്ലെങ്കിൽ മുൻകൈ എടുത്ത് ഇത്തരത്തിൽ ദേശീയപാത വികസനത്തിനായി പണം കണ്ടെത്തുകയും ചെലവഴിക്കുകയും ചെയ്യുന്നത് ആദ്യമാണ്. അത് കേരളമാണ് നടപ്പിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു അഭിമാനകരമായ ഒരു നേട്ടം കൂടി കൈവരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഈ കോഴിക്കോട് വിമാനത്താവളങ്ങളിലേക്കുള്ള 9 കിലോമീറ്റർ എലിവേറ്റഡ് പാത നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായി എന്നാണ് അറിയാൻ സാധിച്ചത്. ഒപ്പം കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡും വികസിപ്പിക്കുന്നതും ചർച്ചയായി എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ, അതായത് കേരളത്തിലെ ഈ മുഴുവൻ ദേശീയപാത വികസനത്തിനായുള്ള എല്ലാവിധ പദ്ധതികളും തുടങ്ങാനുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും തന്നെ സംസ്ഥാനം സജ്ജമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിലയിരുത്തലും തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എത്തരത്തിലാണ് പണി പൂർത്തീകരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് കേന്ദ്രവും അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്രത്തിനും അതിൽ ഒരു പ്രതീക്ഷ തന്നെയാണ്
കേന്ദ്രവും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രിയ, ശരി, എന്തായാലും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ദേശീയപാത വികസനം എന്നുള്ളത്. അത് സാധ്യമാക്കും എന്നുള്ളത്. അതിപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. ആ പ്രയത്നം അല്ലെങ്കിൽ ആ ഇച്ഛാശക്തി അത് ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയും കാര്യമായ ഇടപെടൽ നടത്തുകയും ചെയ്ത് ഇപ്പോൾ പുതിയ റോഡുകൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള അഭിമാനകരമായ വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. മാനസയാണ് വിവരങ്ങൾ നൽകിയത്.